സ്റ്റുപ്പിഡ് 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 സുനിൽ ഗവാസ്കർ ഋഷഭ് പന്ത് ഓസ്ട്രേലിയക്കെതിരെ കളിച്ചിരുന്ന സമയത്ത് 28 റൺസ് നിൽക്കെ അനാവശ്യമായ ഒരു ഷോട്ട് കളിച്ചതിന്റെ പേരിൽ കോമന്ററി ബോക്സിൽ നിന്നുകൊണ്ട് ഋഷഭ് പന്തിനെ പറഞ്ഞ വാക്കുകളാണിത്. സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഇന്നിംഗ്സിലും ഋഷഭ് പന്ത് സെഞ്ചുറി അടിച്ചു. ഇതേ സ്റ്റുപ്പിഡ് 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 എന്ന് വിളിച്ച സുനിൽ ഗവാസ്കർ ഋഷഭ് പന്തിന്റെ സമ്മർ സോൾട്ട് സെലിബ്രേഷന് വേണ്ടി കാത്തിരുന്നു. മത്സരത്തിന് ശേഷം, അതായത് 4-ാം ദിവസത്തെ മത്സരത്തിന് ശേഷം സുനിൽ ഗവാസ്കർ പറഞ്ഞത്, എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഏതൊരു ഇന്ത്യക്കാരനും മികച്ച രീതിയിൽ മത്സരം കളിക്കുമ്പോഴേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം ക്രിക്കറ്റ് ഇന്ത്യക്കാർക്ക് അങ്ങനെയാണെന്നേ. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന് പുറത്ത് ഋഷഭ് പന്തിന്റെ ആ സമ്മർ സോൾട്ട് സെലിബ്രേഷൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി ചോദിക്കുകയും ചെയ്തു എന്നുള്ളത് സുനിൽ ഗവാസ്കർ പറഞ്ഞു. സംഭവം എങ്ങനെയാണ്? IPL ഈ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായത് ഋഷഭ് പന്താണ്. IPL ചരിത്രത്തിൽ തന്നെ 27 കോടി രൂപയ്ക്ക്, അത്രയും വലിയ തുകയ്ക്കൊന്നും ഇതുവരെ ഒരു പ്ലെയറും IPL ഓപ്ഷനിൽ വാങ്ങപ്പെട്ടിട്ടില്ല. 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത്, അതിനുശേഷം ക്യാപ്റ്റനാക്കിയത്. പക്ഷേ ഋഷഭ് പന്തിന് ഏറ്റവും മോശം IPL സീസൺ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ കഴിഞ്ഞ IPL സീസണാണ്. ആശ്വസിക്കാൻ കഴിയുന്ന ഏക ഇന്നിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ നേടിയ സെഞ്ചുറിയാണ്. പക്ഷേ ആ ഇന്നിങ്സോ ആ മത്സരമോ ലക്നൌവിന് ഒട്ടും ആവശ്യമുണ്ടായിരുന്നല്ല. കാരണം ടൂർണമെൻറ്റിലുടനീളം ഋഷഭ് പന്തിൻ്റെ ഈ അനാവശ്യമായിട്ടുള്ള ഷോട്ട് മേക്കിംഗ്, ഋഷഭ് പന്തിൻ്റെ ഫോമില്ലായ്മ, ഇതെല്ലാം സംസാരിക്കപ്പെടേണ്ട ഒരു സംഭവം കൂടിയായിരുന്നു. അത് സംസാരിക്കപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം 27 കോടി രൂപയ്ക്ക് ഒരു പ്ലെയർ വാങ്ങിച്ചിട്ട് അയാൾ ക്യാപ്റ്റൻ ആകുമ്പോൾ അയാൾ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴേക്കും സ്വാഭാവികമായും ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഋഷഭ് പന്തിന് നേരെ ഉണ്ടായിരുന്നു. അത് LSG ഓണറിന്റെ മുഖത്ത് നിന്നും വരെ പ്രകടമായിരുന്നു. LSG ഓണറും KL രാഹുലും തമ്മിൽ ഇതിന് മുന്നേ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനുശേഷം രാഹുലിനെ ടീമിൽ നിന്നും പുറത്താക്കി ഋഷഭ് പന്തിനെ ക്യാപ്റ്റനാക്കി കൊണ്ടുവരുമ്പോഴേക്കും ഒരുപാട് പ്രതീക്ഷകൾ LSG ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ RCBക്കെതിരെ ഋഷഭ് പന്ത് നേടിയ ആ സെഞ്ചുറിക്ക് ശേഷം ഒരു വലിയ റിലീഫായിരുന്നു ഋഷഭ് പന്തിന് ഉണ്ടായിരുന്നത്. ആ മത്സരത്തിൽ ആ സെഞ്ചുറി നേടിയതിന് തൊട്ടു പിന്നാലെ ഋഷഭ് പന്ത് തൻ്റെ സമ്മർ സോൾട്ട് സെലിബ്രേഷൻ എടുത്തങ്ങിട്ടു. അത് ഇന്റർനെറ്റിൽ തരംഗമായി മാറി. ഋഷഭ് പന്തിന്റെ ആ സെഞ്ചുറി നേട്ടത്തിൽ മേൽ അതുവരെ വിമർശിച്ചു കൊണ്ടിരുന്ന എല്ലാവരും കുറച്ചെങ്കിലും ഒന്ന് വായടച്ചു. കാരണം ആ ഫോം എങ്ങും പോയിട്ടില്ല എന്ന് ഋഷഭ് പന്ത് തെളിയിക്കുന്നതും കൂടിയായിരുന്നു ആ ഇന്നിങ്സിലുണ്ടായിരുന്നത്. കട്ടു ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യൻ ടെസ്റ്റ് വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താണ്, ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ. ഒരു പുതിയ ഇന്ത്യ 2.0 വേർഷനുമായിട്ടാണ് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യൻ ടീം പോയത്. ലീഡ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടെസ്റ്റ് മത്സരം, നിലവിൽ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വരെ വളരെ എൻഗേജിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ടെസ്റ്റ് മത്സരം. അതിനിടയിലാണ് ഋഷഭ് പന്ത് ആദ്യ ഇന്നിങ്സിലും രണ്ടാമത്തെ ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്നത്. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഡു ഇറ്റ്. ഋഷഭ് പന്ത് ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. 2 ഇന്നിങ്സുകളിലും സെഞ്ചുറി നേടുന്ന ഒരേ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ അത് ഋഷഭ് പന്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുന്നേ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആൻഡി ഫ്ലവറാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ആൻഡി ഫ്ലവർ ഈ നേട്ടം കുറിച്ചിരിക്കുന്നു. അതിനുശേഷം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർമാരും ടെസ്റ്റിൽ 2 ഇന്നിങ്സുകളിൽ സെഞ്ചുറി നേടിയിട്ടില്ല. ആ ചരിത്രം കൂടിയാണ് ഋഷഭ് പന്ത് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. ഋഷഭ് പന്ത് സെഞ്ചുറി അടിച്ചതിന് ശേഷം സുനിൽ ഗവാസ്കർ പെവിലിയനിൽ ഇരുന്നുകൊണ്ട് ആ സമ്മർ സോൾട്ട് സെലിബ്രേഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഋഷഭ് പന്തിന് നേരെ. ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു. കാരണം ഋഷഭ് പന്തിനെ അങ്ങേയറ്റം വിമർശിച്ച ഓൺ ലൈവ് ഋഷഭ് പന്തിനെ ഏറ്റവും മോശമായ ഭാഷയിൽ വിമർശിച്ച സുനിൽ ഗവാസ്കർ തന്നെ ഋഷഭ് പന്ത് സെഞ്ചുറി നേടുമ്പോൾ ആ സെലിബ്രേഷന് വേണ്ടി ആവശ്യപ്പെടുന്നതിലാണ് ഇവിടുത്തെ വാർത്ത. എല്ലാ ക്യാമറ കണ്ണുകളും സുനിൽ ഗവാസ്കർ നേരെയും ഋഷഭ് പന്തിന് നേരെയുമായിരുന്നു. സുനിൽ ഗവാസ്കർ ആ സെലിബ്രേഷൻ ആവശ്യപ്പെടുമ്പോൾ ഋഷഭ് പന്ത് ആക്ഷൻ കാണിക്കുന്നുണ്ട്. മേ ബി ലേറ്റർ, പിന്നീടാവട്ടെ, പിന്നീടൊരു സമയം ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ട് ആ സമ്മർ സോൾട്ട് സെലിബ്രേഷൻ കൊണ്ടുവരുമെന്ന് ഋഷഭ് പന്ത് പറയുന്നു. അതായത് ഇനിയും ഉടനെ തന്നെ തൻ്റെ ബാറ്റിൽ നിന്നും ഒരു സെഞ്ചുറി വരും എന്നുള്ള അമിത വിശ്വാസം ഋഷഭ് പന്തിന് തൻ്റെ ഫോമിൽ മേലുണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്നതായിരുന്നു അത്. സ്വാഭാവികമായി ക്രിക്കറ്റ് ലോകമൊട്ടാകെ തന്നെ ഈ 2 റിയാക്ഷൻസിന് മേൽ നോക്കിക്കൊണ്ടിരുന്നു. സ്റ്റുപ്പിഡ് 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 എന്നുള്ള സുനിൽ ഗവാസ്കറിൻ്റെ ആ പരാമർശം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ആ സമയത്ത് സുനിൽ ഗവാസ്കറിനൊപ്പം കോമന്ററി ബോക്സിലുണ്ടായിരുന്നത് സാക്ഷാൽ ഹർഷ ബോഗ്ലെയാണ്. ഹർഷ ബോഗ്ലെ പോലും ആ ഒരു റിയാക്ഷൻ കേട്ട് ഞെട്ടിത്തിരിച്ചു പോയി. സാധാരണയായി ഈ സിറ്റുവേഷൻസിൽ ഇടപെടുന്ന ഹർഷ ബോഗ്ലെ മൗനമായിരുന്നു. കാരണം എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഓസ്ട്രേലിയക്കെതിരെ ആ ടെസ്റ്റിൽ ഋഷഭ് പന്ത് വിക്കറ്റ് നൽകിയത് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും
സുനിൽ ഗവാസ്കറിനെ പോലുള്ള ഇന്ത്യൻ ലെജൻഡ് ഋഷഭ് പന്തിനെ പോലൊരു താരത്തിന് മേൽ അങ്ങനെ ഒരു വിമർശനവുമായി എത്തുമ്പോഴേക്കും അത് ക്രിക്കറ്റ് ലോകം തന്നെ ഞെട്ടിപ്പോയി. പിന്നീട് IPL പ്രൊമോ വീഡിയോസിൽ ഉൾപ്പെടെ സുനിൽ ഗവാസ്കർ ഋഷഭ് പന്തിൻ്റെ ഈ ഒരു സ്റ്റുപ്പിഡ് കോൺവെർസേഷൻ ട്രോൾ മെറ്റീരിയലായി അവർ തന്നെ പല പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ വെച്ച് ഋഷഭ് പന്തിൻ്റെ ഈ ഒരു നേട്ടത്തെ സുനിൽ ഗവാസ്കർ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഋഷഭ് പന്ത് ഫോമിലാണോ അല്ലയോ എന്നുള്ള ചർച്ചകൾ ഒരുപാട് നാളുകളായി ഉണ്ട്. ആക്സിഡന്റിന് ശേഷം ഋഷഭ് പന്ത് കളിക്കളത്തിലേക്ക് പോലും തിരിച്ചു വരുമോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഋഷഭ് പന്ത് കളിക്കളത്തിലേക്ക് തിരികെ എത്തിയത്. അതിനുശേഷം മിന്നും പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ IPL ഋഷഭ് പന്തിന് നേരെ പോയില്ല എന്ന് കരുതി നമ്മളെപ്പോഴും പറയാറുണ്ട് ഫോം ഇസ് ടെമ്പററി, ക്ലാസ് ഇസ് പെർമനന്റ് എന്നുള്ളത്. ദ ക്ലാസിക് ഋഷഭ് പന്ത് എങ്ങും പോയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതും കൂടിയാണ് ഈ 2 സെഞ്ചുറികൾ. അതുകൊണ്ട് തന്നെ KL രാഹുലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും ഋഷഭ് പന്ത് എന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററെ ഇന്ത്യൻ ടീമിനും BCCIക്കും കണ്ണടച്ച് തള്ളിക്കളയാൻ സാധിക്കില്ല. ഋഷഭ് പന്തിനെ പോലൊരു ക്ലാസിക് പ്ലെയർ വളരെ വൈറ്റലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം.